അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു ചിക്കൻ റെസിപ്പിയുമായിട്ട് വന്നിരിക്കുകയാണ്. കാരണം നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ബ്രോയിലർ ചിക്കന് ഡയറ്റിൽ അനുവദിച്ചതല്ല. ഈ ഡയറ്റിൽ ചിക്കൻ ഒരു ഭക്ഷണമേ അല്ല. നാടൻ കോഴി കിട്ടുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിക്കാമെന്നാണ്. അതിൽ പ്രോട്ടീൻ അളവുകൾ കൂടുതലായാണ് കാരണം. അവ കൂടുതലായി വീണ്ടും ഗ്ലൂക്കോസായി മാറി കരളിൽ കൊഴുപ്പ് നിറക്കാൻ സഹായിക്കുന്നു. അതിനാൽ ചിക്കന് പകരം മീൻ, മറ്റ് ഇറച്ചികൾ, പച്ചക്കറി, ബീഫ്, നട്ട്സ്, ചീസ് എന്നിവയൊക്കെ കഴിക്കാം. ബ്രോയിലർ ചിക്കന് സ്ഥിരമായി കഴിക്കുന്നവരിൽ വെയിറ്റ് ലോസ് സ്റ്റക്കായതായിട്ടുള്ള അനുഭവങ്ങൾ ഗ്രൂപ്പിൽ നിന്നും കണ്ടിട്ടുണ്ട്. എന്നാൽ ചിലർക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുകയും ബ്ലഡ് റിസൾട്ട് എടുക്കുമ്പോൾ ട്രൈഗ്ലിസറൈഡ്, SGPT എന്നിവ കൂടി നിൽക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഗൾഫിലുള്ളവർ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇവിടെ നാടൻ ചിക്കൻ കിട്ടില്ല, ബ്രോയിലർ ചിക്കനെ കിട്ടുള്ളൂ, അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഡയറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ചിക്കന് ഡയറ്റിലൊരു നിർബന്ധ ഘടകമേ അല്ല, ഇതൊരു ഫോർമൽ വാണിംഗ് ആണ്. ശേഷം നിങ്ങളുടെ ആരോഗ്യമാണ്, അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ്. നമ്മൾക്ക് കിട്ടുന്നത് കൊണ്ട് നമ്മൾ ചെയ്യല്ല, ഡയറ്റിൽ പറഞ്ഞത് കൊണ്ട് നമ്മൾ അതേപോലെ ചെയ്തു പോവുകയാണ് വേണ്ടത്. ഇന്നൊരു വീക്കെൻഡ് ഡേ ആയിരുന്നു. ഞങ്ങളുടെ താമസ സ്ഥലത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ ഒരു ബംഗാളി മാർക്കറ്റ് ഉണ്ട്. പെട്രോമിൻ ഡിസ്ട്രിക്റ്റിലാണ് ആ സ്ഥാപനം ഉള്ളത്. അവിടെ നാടൻ ചിക്കനും ക്യാമലും ഒക്കെ ഫ്രഷ് ആയിട്ട് കിട്ടുമെന്ന് സമതാക്ക പറഞ്ഞിട്ട് ഞങ്ങൾ പോയി നോക്കിയതായിരുന്നു. വേറൊരു ലൊക്കേഷനും ഉണ്ട് 8 കിലോമീറ്റർ അപ്പുറം. അതിൻ്റെ ഡീറ്റെയിൽസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ വീക്കെൻഡിൽ അവിടെ പോയി. അവിടെ ധാരാളം നാടൻ കോഴി, കാട, താറാവ്, പിന്നെ ഫ്രഷ് ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് 12 മുതൽ 18 റിയാൽ വരെ വിലയുണ്ട്. വലിയ മൂപ്പൊന്നുമില്ല, ഒക്കെ ഒരു ഇടത്തരം കൂക്ക് പിടിക്കുന്ന കോഴികളാണ്. അപ്പം ഞങ്ങൾ അവിടുന്ന് 2 കോഴിയെ തൂവലോട് കൂടി തന്നെ വാങ്ങിച്ചു. ഈ ഡയറ്റിൽ ചിക്കൻ കഴിക്കുമ്പം തൊലിയോട് കൂടി കഴിക്കണം എന്നാണ്. എന്തെന്ന് വെച്ചാൽ കോഴിയുടെ തൊലിക്കടിയിലാണ് ശുദ്ധ കൊഴുപ്പുള്ളത്. സാധാരണ നമ്മൾ തൊലിയും തൂവലും ഒക്കെ കളഞ്ഞാണ് കടയിൽ നിന്ന് കിട്ടുക. ഇവിടെയാണെങ്കിൽ പാക്കായിട്ട് വെച്ചിട്ടും ഉണ്ടാകും 3 ദിവസത്തെ എക്സ്പയറി തീയതിയിൽ. LCHFകാർക്ക് ചിക്കൻ കഴിക്കുകയാണെങ്കിൽ തൊലിയോട് കൂടി കഴിക്കുക, അപ്പോഴേ വല്ല ഫാറ്റും കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ തിരിച്ചെത്തി ഒരു 10 മിനിറ്റ് എടുത്ത് കാണും. ഇനി കോഴിയുടെ ചൂട് പോകും മുന്നേ തന്നെ തൂവൽ കളഞ്ഞ് തയ്യാറാക്കണം. എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ കയ്യിലുള്ള ഈ കോഴിയെ മുക്കിയെടുക്കാൻ പാകത്തിന് ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി തിളച്ച ശേഷം തീ ഓഫാക്കാം. തീ ഓഫാക്കിയ ശേഷം കോഴിയെ അതിൽ മുക്കിയെടുക്കാം. ചുരുങ്ങിയതൊരു 10 സെക്കൻഡ് മാത്രം അതിനകത്ത് കോഴിയെ ഒന്ന് മുക്കിയെടുത്താൽ മതി. ഇതുപോലെ കാല് പിടിച്ചിട്ട് മുഴുവനായിട്ട് ആ വെള്ളത്തിൽ മുക്കാം. കൂടുതൽ സമയം അതിലിട്ടുകൊണ്ടിരുന്നാൽ കോഴിയുടെ തോല് വെന്ത് പോകും. അപ്പോൾ അതിനനുവദിക്കരുത്. 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കുക. നല്ല ചൂട് ആവിയൊക്കെ പാറും, കൈയൊന്നും പൊള്ളാതെ സൂക്ഷിക്കണം. ഇനി നമുക്കൊരു സവറയിലേക്കോ അല്ലെങ്കിൽ ഒരു വാഴയിലേക്കൊക്കെ വെച്ചുകൊണ്ട് ഇതിനെ ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത് പ്രിപ്പയർ അല്ലാതെയാണ് ഒക്കെ ചെയ്തത്. അതുകൊണ്ട് ഞാനിപ്പം തൽക്കാലം ഞാൻ എൻ്റെ കയ്യിൽ തന്നെ പിടിച്ചിട്ട് തൂവല് നുള്ളിയെടുക്കുകയാണ്. നല്ല എളുപ്പത്തിൽ കിട്ടുന്നുണ്ട്. ഇത് ചൂടുവെള്ളത്തിൽ മുക്കുന്ന മുന്നേ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് തൂവലൊന്ന് നുള്ളി നോക്കിയിരുന്നു. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമായിട്ട് കിട്ടുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഡയറ്റിൽ നാടൻ കോഴി തോലോടുക്കെയാണ് കഴിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ കടയിൽ നിന്ന് അറുത്തുങ്ങാണ്ട് തൂവൽ നുള്ളാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാങ്ങിച്ചത്. സാധാരണ നമ്മൾ ഫ്രോസൺ കോഴി ഇതുപോലെ തോലോട് കൂടിയിട്ട് കണ്ടിട്ടുണ്ട്. അത് അവർ മെഷീനിൽ ചെയ്യുന്നതാണ്. പക്ഷേ കോഴിനെ ജീവനോടെ വാങ്ങുന്ന കടയിൽ അവർ സാധാരണ നമ്മൾ നാട്ടിലൊക്കെ കോഴിനെ പൊളിച്ച് തരുന്ന പോലെ തോല് ഊരിങ്ങാണ്ടാണ് പൊളിച്ച് തരിക. ഈ തോല് കളഞ്ഞുകൊണ്ടാണ് അവർ പൊളിക്കുക. അതാണ് അവർക്ക് എളുപ്പം. ഇങ്ങനെ തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഈ കട്ടിയുള്ള തോലൊക്കെ പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഹബീബ്ക്കാണ് നാടൻ കോഴി ചൂടുവെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ഇങ്ങനെ തൂവല് നുള്ളിയെടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടത്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാണ്. കുഴപ്പമില്ല, വമ്പൻ വിജയമാണ്. ഇനി ഞാനിതിൻ്റെ തലയൊന്ന് മുറിച്ചെടുക്കുകയാണ്.
ഇനിയും ഇതിൻ്റെ മുകളിൽ നിന്ന് കിട്ടാനുള്ള ചെറിയ ചെറിയ തുവലുകളൊക്കെ നമ്മൾക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കാൻ നോക്കാം. തലമുടി പോലെ തോന്നിക്കുന്ന വണ്ണം കുറഞ്ഞ തുവലുകളും ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് കരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ തീയിലൊന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് കരിഞ്ഞു കിട്ടിക്കോളും. നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഗ്യാസ് സ്റ്റൗവിൽ ചുട്ടെടുക്കൂലേ, അതേപോലെ ഒന്ന് കാണിച്ചാൽ മതി. അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത്. അപ്പം ഞാൻ ഈ കാലിൻ്റെ ജോയിൻ്റ് ഒന്നിങ്ങനെ പൊട്ടിച്ചിട്ട് മുറിച്ചെടുക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കോഴിയെ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് കോഴി കട്ട് ചെയ്യാനൊന്നും വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇന്ന് കോഴിക്കടയിൽ പോയപ്പം അവിടെ നോക്കി നിന്നിട്ടൊന്ന് മനസ്സിലാക്കിയെടുത്തതാണ്. അപ്പോൾ ഇനി ആദ്യം കോഴിൻ്റെ തൊണ്ടഭാഗത്തുനിന്ന് സ്കിന്നൊന്ന് മുറിച്ചെടുക്കാം. അവർ തോല് പൊളിച്ചിട്ട് മുറിച്ചെടുക്കുമ്പം ഇങ്ങനെ മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ കോഴിയുടെ ശീല നേരിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ തോല് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാമെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ കോഴിൻ്റെ ശീല എന്നാണ് പറഞ്ഞ് കേൾക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ആ സ്കിന്ന് അങ്ങനെ ഒന്ന് പതുക്കെ മാറ്റി കൊടുത്തിട്ട് ആ ഉണ്ട പോലെ ഇരിക്കുന്നത് ഇങ്ങോട്ട് വലിച്ചെടുക്കാം. ഇത് സാധാരണ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടി പോകാറുണ്ട്. അപ്പോൾ അതിനകത്ത് കോഴി തിന്നിട്ടുള്ള കല്ലും അരിയും ഒക്കെ കാണാം. അപ്പോൾ ഇപ്പോൾ അത് പൊട്ടണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ സൂക്ഷിച്ചിട്ട് പതുക്കെ വലിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കട്ടിംഗ് ബോർഡും നമ്മുടെ കൗണ്ടർ ടോപ്പൊന്നും വൃത്തികേടാവില്ല. അപ്പോൾ അതൊന്നും മുറിയാതെ ഇങ്ങനെ പതുക്കെ വലിച്ചെടുത്താൽ മതി. നീറ്റായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അത് പുറത്തേക്ക് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിന് കുടലിൻ്റെ സ്റ്റാർട്ട് ഉണ്ടാവും, തുടങ്ങുന്ന ഭാഗം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കത്തി വെച്ചിട്ട് മുറിച്ചെടുക്കാം. ബാക്കി കാര്യം നമ്മൾ ബാക്കിൽ നിന്ന് വലിച്ചെടുക്കും ഇതേപോലെ. ആ സമയത്ത് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇവിടെ തൽക്കാലം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വലിച്ചെടുത്താൽ മതി. ഇനി ഇതിൻ്റെ അന്നനാളം ഒന്ന് കട്ട് ചെയ്യാം. ഇത് ഇങ്ങനെ വലിച്ചാൽ കിട്ടൂല. അതേസമയം നമ്മൾ കോഴിനെ അറുത്ത ഭാഗത്തുനിന്ന് വലിച്ചാൽ അത് കിട്ടുന്നതാണ്. അത് രണ്ടും ഞാൻ കട്ട് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ കോഴിൻ്റെ ബാക്ക്, കോഴിൻ്റെ വാലിൻ്റെ ജോയിൻറ്റിൽ വെച്ചിട്ട് കത്തി കൊണ്ട് മുറിച്ചെടുക്കാം. ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. അത് കോഴിൻ്റെ കുടലല്ല. ഇനി സ്കിന്ന് വട്ടത്തിൽ മുറിച്ചെടുക്കാം. കോഴിൻ്റെ കുടലിൽ തട്ടാതെ മുറിച്ചെടുത്താൽ നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ സ്കിന്നിങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്താൽ മതി. 4 ഭാഗത്തുനിന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ വട്ടത്തിൽ മുറിച്ചെടുക്കാം. ഒരു പാട പോലെ ഇങ്ങനെ ഇരിപ്പുണ്ടാവും. അതിനെ നമുക്ക് കത്തി കൊണ്ട് മുറിക്കാം. ഇപ്പോൾ ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ ഇതാ കുടലൊക്കെ നമുക്കിങ്ങനെ വലിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഉള്ളിലുള്ള വേസ്റ്റൊക്കെ വലിച്ചെടുക്കാം. ഇപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വലിക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ആമാശയത്തിൻ്റെ അടുത്തുള്ളൊരു ഭാഗം ചിലപ്പം വലിക്കാൻ കിട്ടില്ല. അപ്പോൾ ആ ഒരു വള്ളി പോലെ നിൽക്കുന്നത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളിലേക്ക് 2 വിരലിട്ടിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം. ഇപ്പോൾ അതിൻ്റെ ഹാർട്ടും ലിവറും ഒക്കെ പുറത്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. ഈ ലിവറിനോട് ചേർന്നിരിക്കുന്ന ഈ പച്ച ഭാഗം അത് പൊട്ടിക്കഴിഞ്ഞാൽ കറിക്കൊരു കയ്പ്പ് രസം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതിന് ഡാമേജ് ഒന്നും പറ്റാതെ സൂക്ഷിച്ചിട്ട് മുറിച്ചെടുക്കാം. ഇപ്പം ഞാനത് നൈസായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി കോഴിയുടെ ഗിസാർഡ് വൃത്തിയാക്കിയെടുക്കാം. അതിനെയും ഇങ്ങനെ ഒരു സൈഡ് പതുക്കെ ഒന്ന് ഓപ്പൺ ആക്കിയാൽ മതി. ഉള്ളിലേക്ക് കട്ട് ചെയ്ത് കളയണ്ട. ഇങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ 2 ആക്കിയിട്ട് പൊളിച്ചെടുക്കുക. അപ്പോൾ അതിനകത്ത് ബോട്ടി പൊട്ടാതെ നമുക്ക് കൈകൊണ്ട് തന്നെ കീറിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ അതിൻ്റെ 2 ഭാഗമേ മുറിഞ്ഞിട്ടുള്ളൂ, നടുഭാഗം അധികം മുറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കൈമലാവാതെ ഇങ്ങനെ ബോട്ടി വലിച്ചെടുത്താൽ മതി.
ഇനി അത് പൊട്ടിപ്പോയാലും തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം ആ ഒരു റബ്ബർ പോലെ തോന്നിക്കുന്ന ആ ഭാഗം വലിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ കയ്യിലാകൊന്നുമില്ല. കഴുകിയതിന് ശേഷം വലിച്ചെടുത്താലും മതി. ഇനി ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോഴിയുടെ ഭാഗമാണിത്. വീട്ടിലൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ഈ ഒരു ഭാഗം എനിക്ക് വേണമെന്നും പറഞ്ഞ് ബുക്ക് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പോൾ ഇനി കോഴിയുടെ ഹാർട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ചിലപ്പോൾ അതിനകത്ത് ബ്ലഡ് ക്ലോട്ടായിട്ട് ഇരിക്കുന്നുണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് കഴുകിക്കളയാം. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഇപ്പം കോഴിയുടെ പകുതി പണി കഴിഞ്ഞു. ഇനി ഇതിനെ ഒന്ന് കഴുകിയിട്ട് നമുക്കൊന്ന് പീസാക്കി എടുക്കാം. ഉള്ളിലെ ഓർഗൻസ് എല്ലാം പുറത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമ്മൾ നേരത്തെ എടുക്കാൻ ബാക്കി വെച്ച അന്നനാളത്തിൻ്റെ ബാലൻസ് ഉണ്ട് ഇവിടെ. അതൊന്നിങ്ങനെ മുകളിലേക്ക് വലിച്ചെടുത്താൽ മതി, എളുപ്പം കിട്ടും. ഇതിനെ ചെറുതായിട്ട് നമ്മുടെ പാകത്തിന് കട്ട് ചെയ്തെടുക്കാം. മുഴുവൻ കോഴിയൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നവരാണെങ്കിൽ ഇതിനെ ഇങ്ങനെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ കറിക്ക് ഇത് വരട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിത് അറിയുന്ന പോലെ ഒന്ന് മുറിച്ചെടുക്കുകയാണ്. ആദ്യം ഒരു കാല് മുറിച്ചെടുക്കുകയാണ്. ഇനി കാലിൻ്റെയും ഊരൻ്റെയും ജോയിൻ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് അവിടെ കത്തിക്കൊണ്ട് മുറിച്ചെടുക്കാം. ജോയിൻറ്റിലൊക്കെ നമ്മൾ കൈകൊണ്ട് തന്നെ പൊട്ടിച്ചിട്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ അതാണ് എളുപ്പം കേട്ടോ. ഇനി കോഴിൻ്റെ കാലിൻ്റെയും തൈസിൻ്റെയും ജോയിൻ്റ് നോക്കിയിട്ട് മുറിച്ചെടുത്താൽ മതി. നാടൻ കോഴിയാണ്, മുറിച്ചെടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. അപ്പോൾ നല്ലൊരു വെട്ടുകത്തിയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് എളുപ്പം. കൈയും അതുപോലെ തന്നെ ജോയിൻറ്റിൽ നോക്കിയിട്ട് കട്ട് ചെയ്യുക. അപ്പം ഞാൻ 2 കൈയും ജോയിൻറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബ്രസ്റ്റും പുറം ഭാഗവും രണ്ടാക്കാം. പുറം ഭാഗം ഞാനൊരു നടുക്ക് വെച്ചിട്ട് കൈകൊണ്ട് ഒടിച്ചു. എന്നിട്ടത് കത്തികൊണ്ട് കട്ട് ചെയ്യാം. ആ എല്ല് ജോയിൻറ്റിൽ ഒടിഞ്ഞ് കിട്ടിയാൽ പിന്നെ മുറിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. എല്ലിൽ തന്നെ കത്തി വെച്ചിട്ട് വെട്ടണം എന്നുണ്ടെങ്കിൽ വെട്ടുകത്തി തന്നെ വേണം. നമ്മുടെ സാധാ കറിക്കത്തി കൊണ്ട് എല്ല് വെട്ടുന്നതിന് ലിമിറ്റ് ഉണ്ടല്ലോ. ചിലപ്പോൾ കത്തി തന്നെ കേട് വരും. വേണമെങ്കിൽ ഇതുപോലെ നടുമുറിക്കാം. അപ്പോൾ ഇനി ബ്രസ്റ്റ് ഭാഗം കുറച്ചും കൂടെ പുറമുണ്ട്, അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതും കുറച്ച് പ്രയാസമുണ്ട് നടുമുറിക്കാൻ വേണ്ടിയിട്ട്. അതങ്ങനെ തന്നെ ഇടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി ബ്രസ്റ്റ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് 2 or 3 കഷ്ണാക്കാം. നമ്മുടെ ആവശ്യത്തിന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒന്നുകൂടി കഴുകിയെടുക്കാം. നാടൻ കോഴിക്ക് നല്ല വേവായിരിക്കും. നമ്മൾ കുക്കറിലൊന്നും അല്ലാതെ വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 40-45 മിനിറ്റൊക്കെ വേവ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതിവിടെ കുക്കറിലാണ് വെക്കുന്നത്. ഈ തോലൊന്ന് നുള്ളിയെടുക്കുന്ന ആ ഒരു സമയമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ തോല് നുള്ളിയെടുത്തിട്ട് ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീയിൽ കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ. കൈ കൊണ്ട് കിട്ടാൻ പ്രയാസമുള്ള തോലൊക്കെ അങ്ങ് കരിഞ്ഞ് കിട്ടിക്കോളും, പ്രശ്നമില്ല. അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ മുഴുവൻ കോഴിയൊക്കെ തയ്യാറാക്കാറുണ്ട് എന്ന് ഉമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ വീട്ടിലൊക്കെ കോഴി അറക്കുമ്പോൾ ഞങ്ങൾ എളുപ്പത്തിന് തോലിയോട് കൂടി തന്നെ പൊളിച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്യാറാണ് പതിവ്. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്തു നോക്കുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കോഴിയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വെക്കുന്ന റെസിപ്പി കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പം തന്നെ 14 മിനിറ്റോളമായി. അതുകൊണ്ട് ഇപ്പം ഞാനത് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇൻഷാ അല്ലാഹ് അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ കോഴിയുടെ റെസിപ്പി വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങളും ഇതുപോലെ ഒരു നാടൻ കോഴിയെ ഒന്ന് ശരിയാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.